എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ ഒരു പ്രത്യേക പതിപ്പിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് സാധാരണഗതിയിൽ നമ്മൾ കാർട്ടൂൺ അപ്ലോഡ് ചെയ്യുന്ന ദിവസമല്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ മനോരമ വായിച്ചപ്പോഴത്തേക്ക് ഒരു കാർട്ടൂൺ വരയ്ക്കാതെ പറ്റത്തില്ല. നമ്മുടെ ധാർമ്മിക രോഷം അത്രയ്ക്ക് ഉയരുന്ന ഒരു അവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഇന്ന് ഒരു സ്പെഷ്യൽ കാർട്ടൂൺ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ വിശദ വിവരത്തിലോട്ട് കിടക്കാം. ഇന്നത്തെ മനോരമയുടെ 9-ാം പേജിൽ ഒരു വാർത്ത, മാധ്യമങ്ങളോട് വീണ്ടും മുഖ്യമന്ത്രി കടക്ക് പുറത്തുനിന്നു. അതായത് ഇദ്ദേഹം ഭയങ്കര കേരളം മുഴുവൻ നടന്ന് മുഖാമുഖം എന്നും പറഞ്ഞ് മറ്റേ സുതാര്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വിളിച്ചു, 10,000 ആളിനെ വിളിച്ചു കൂട്ടി സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുഖാമുഖം എന്ന് പറഞ്ഞുള്ള പരിപാടിയും കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ പുറത്താക്കാൻ നേരിട്ട് ഇടപെട്ട് മുഖ്യമന്ത്രി. അതായത് അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത്, മുഖാമുഖത്തിൽ സംസാരിച്ച പത്മശ്രീ ജേതാവ് ചെറുവേൽ രാമൻ മാധ്യമപ്രവർത്തകർ ഇല്ലാത്തതിൽ പരാജയപ്പെട്ടു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന പരിപാടികൾ വളച്ചൊടിച്ച്, അതായത് വാർത്തകൾ വക്രീകരിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പത്രക്കാരെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിട്ടത്. അത് എന്തെന്നാണ് ഇദ്ദേഹം ഇത്രയും പൈസ ചെലവാക്കി ജനങ്ങളോട് നേരിട്ട് സമ്മതിക്കുന്ന സാധനമല്ലേ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ആ മാധ്യമങ്ങളെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇയാൾ മുഖാമുഖമാണ് നടത്തുന്നത്. അതിന്റെ രൗദ്രഭാഗം മുഴുവനും ആവാഹിച്ച ആ മുഖഭാഗം അവർ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്, 3 ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പത്രക്കാരും കേൾക്കണ്ട. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പത്രങ്ങളെല്ലാം അങ്ങ് പൊക്കോണം. ഇതിനകത്ത് നടക്കുന്ന ചർച്ചയൊന്നും അവർ കേൾക്കണ്ട. അതായത് എന്നിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, എഴുതി വാങ്ങിയ ചോദ്യം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അതായത് ഒരാളുടെ പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടി ഓഫീസിൽ കൊടുത്ത് വായിപ്പിച്ച് അപ്രൂവ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത ചോദ്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചോദിക്കാൻ അനുവദിക്കത്തുള്ളൂ. എന്നിട്ട് അതിനകത്ത് തന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ജനങ്ങൾ അറിഞ്ഞാൽ അവസ്ഥ ഓർത്തിട്ടാണ് മാധ്യമങ്ങളെ ചവിട്ടി പുറത്താക്കുന്നത്. എന്തൊരു ജനാധിപത്യമാണിത്? മാധ്യമങ്ങളില്ലാതെ എന്ത് ജനാധിപത്യമാണ് ഇയാൾ ചെയ്യുന്നത്? അതുപോലെ തന്നെ സുതാര്യമായ ഒരു ഭരണത്തിന്റെ ദൃഷ്ടാന്തമാണോ ഈ കാണുന്നത്? ഈ മാധ്യമങ്ങളെ ഒഴിവാക്കിയിട്ടാണോ സുതാര്യ കേരളം ഉണ്ടാക്കുന്നത്? അപ്പം നവകേരളത്തിനകത്ത് മാധ്യമങ്ങൾക്കൊന്നും സ്ഥാനമില്ലായിരിക്കും. മാധ്യമങ്ങളുടെ പങ്കൊന്നും നവകേരളത്തിലില്ല. ഇവരും കുറച്ച് ആൾക്കാരും മാത്രം മതി നവകേരളത്തിൽ. അപ്പം ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഇതിനെ ചൊല്ലി ഒരു കാർട്ടൂൺ വരയ്ക്കണമെന്ന് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നമ്മുടെ കാരണഭൂത മഹാരാജാവിന്റെ കൊട്ടാരമാണ് രംഗം. അപ്പം അവിടെ തമ്പുരാൻ ഈ മീഡിയാസിനെ ഇറക്കി വിടുന്നതാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്ക് ഡ്രോയിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ഷേപ്പായിട്ടല്ല, രാജാവിന്റെ ഷേപ്പായിട്ടാണ് ഇത് പുള്ളിയുടെ മാത്രമായ ഒരു നാട്ടുരാജ്യമാണല്ലോ ഇവിടെ കേരളം എന്ന് പറയുന്നത്. അപ്പം അത് കാരണം രാജാവിന്റെ ഒരു ഫേസാണ് വരയ്ക്കുന്നത്. ഇത് കേട്ട് പേടിച്ച് പരവശരായ
നമ്മുടെ മാധ്യമപ്രവർത്തകർ അയ്യോഭാവികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കയറാനല്ലേ അവർക്ക് കടിച്ചുള്ളൂ. അല്ലാത്തവർക്ക് അല്ലാത്ത പിണറായിയുടെ മുമ്പിൽ ഇവർ ഭയങ്കര പേടിച്ചൂറുകളാണല്ലോ. അപ്പം അതുകൊണ്ട് അവർ പേടിച്ച് ഈ കുന്തവും കുറുടിയൊക്കെ ആയിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്കിങ് വെർഷനിലോട്ട് കിടക്കാം. നമ്മൾ എത്ര എക്സാജറേഷൻ ചെയ്ത് വരച്ചാലും ഇയാളുടെ യഥാർത്ഥ ആ ക്രുദ്ധ മോഹഭാവം നമുക്ക് വരുത്താൻ പറ്റത്തില്ല. അത്രയ്ക്ക് ക്രുദ്ധനായിട്ടാണ് അദ്ദേഹം പത്രങ്ങളോട് ഇടപെടുന്നത്. നമ്മുടെ ഈ വരയെന്നൊക്കെ ഒരുപാട് ദൂരെയാണ് ആ ക്രുദ്ധഭാവം. നമ്മളെന്നാലും ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയലോഗ് ഇതാണ് എഴുതിയിരിക്കുന്നത്: വടക്കുപുറത്തേന്ന് വലുതും വാങ്ങി കഴിച്ചിട്ട് പൊയ്ക്കോണമെന്ന്. സാധാരണ മാടമ്പിമാരും ഈ നാട്ടുരാജാക്കന്മാരും ഒക്കെ കീഴാളരോട് പറയുന്നൊരു ഡയലോഗാണ്. അതാണ് മാധ്യമങ്ങളോട് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആ വാർത്തയുടെ ഒരു രത്ന ചുരുക്കം താഴെ എഴുതിയിട്ടുണ്ട്: മാധ്യമങ്ങളെ ചവിട്ടി പുറത്താക്കി പിണറായി, മീഡിയാസ് പ്രാണനം കൊണ്ട് ഓടുകയാണ്. അപ്പം ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നിന്ന് ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിട. കാർട്ടൂണിസ്റ്റ് ഹക്കു.